ഹലോ നമസ്കാരമുണ്ട്. എ ടു സെഡ് ബഫല്ലോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഴൽമന്ദം ചന്തയത്തെ വീഡിയോ ആണ് കേട്ടോ. കുഴൽമന്ദം ചന്തയത്തെ കുറച്ച് പോത്തുകളുടെയും പശുക്കളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നല്ല വലിയ വലിയ ഫ്രെയിമുകളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ ഇഷ്ടമായത്. ഇത് ഏറ്റവും നിൽക്കുന്ന കുട്ടിയുണ്ട്, നല്ലൊരു അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടി, നല്ല വലിയൊരു ഫ്രെയിം 58 രൂപയാണ് പറയുന്നത്. 58 രൂപ, നല്ലൊരു വലിയൊരു ഫ്രെയിമാണത്. നല്ലൊരു കുട്ടി, നല്ല രീതിക്ക് വലുതാവും ഇനിയും. അതുപോലത്തെ നല്ല നല്ല വലിയ ഫ്രെയിമുകൾ ഇഷ്ടമാതിരി വന്നിട്ടുണ്ട് ചന്തയിൽ കുട്ടികളും. ഇതൊരു വലിയൊരു പോത്ത് നിൽക്കുന്നുണ്ട്. 60 രൂപ 65 രൂപ മെയിൻ വില പറയണ പോത്തുകൾ. ഇതൊക്കെ ഇറച്ചിക്ക് പോണ എരുമകളൊക്കെയാണ് കേട്ടോ. വളർത്താൻ പറ്റിയ 1-2 കുട്ടികളുണ്ട്, പിന്നെ എരുമകളാണ് അധികം. ഇവിടെ 2 വലിയൊരു എരുമ നിൽക്കുന്നുണ്ട്. രണ്ടും ഇറച്ചിക്ക് പോണ എരുമകളാണ്. കറവയൊക്കെ പറ്റി ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കണ നല്ല ടൈപ്പ് എരുമകളാണ്, വലിയ എരുമകൾ. അധികം മീറ്റൊന്നുമില്ല, ഫ്രെയിമാണ്. ഇങ്ങനത്തെ എരുമകളൊക്കെ വന്നിട്ടുണ്ട്. 70-80 രൂപയ്ക്കാണ് മെയിൻ വില ചോദിക്കുന്നത്. ഇതാണ്ട് ഇവിടെ നല്ല നല്ല വലിയ നാടൻ എരുമകൾ. ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് കട്ടിങ്ങിന് പോണ എരുമകളൊക്കെയാണ് കേട്ടോ. ഇങ്ങനത്തെ എരുമക്കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. കുട്ടികളും വലിയ അത്യാവശ്യം പ്രായമുള്ള എരുമകളൊക്കെ ഉണ്ട് സെക്ഷനിൽ. ഇന്ന് കന്നോൾ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്തയിൽ. കുഴൽമന്ദത്ത് ഇത് വേണ്ട അടിപൊളി എരുമകൾ, മീറ്റിനൊക്കെ പറ്റിയ നല്ല രീതിക്ക് മീറ്റൊക്കെ ഇടുന്ന എരുമകളൊക്കെ വന്നിട്ടുണ്ട്. പോത്ത് കുട്ടികൾ കണ്ടത് നല്ല അടിപൊളി കുട്ടികൾ, ക്വാളിറ്റി നോക്കിയാൽ നമ്മൾ ആദ്യം പണ്ട് കുഴൽമന്ദം ചന്തയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള അതേ ക്വാളിറ്റി കുട്ടികൾ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ടൈപ്പ് കുട്ടികളൊക്കെ ധാരാളം വരുന്നുണ്ട് കേട്ടോ. ഈ രണ്ടാമത് ഇങ്ങനെ കുട്ടിയും ഒരു മൂന്നാമത് നാലാമത് ഇങ്ങനെ കുട്ടികളൊക്കെ ഒരു നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടികൾ. നമ്മുടെ ലാലൂർ ചന്തയിൽ വരുന്ന അതേ ക്വാളിറ്റി കണ്ട, ഹൈറ്റും ഉടൽ നീളം ചെവി വളരെ വലിപ്പമൊക്കെ നോക്കി ഈ 2 കുട്ടികളിൽ. അത് മേടിച്ച് കച്ചവടമായി കെട്ടിക്കുന്നതാണ്, മാറ്റി കെട്ടിക്കുന്നതാണ്. ഈ സെക്ഷനിലൊക്കെ കുട്ടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. കുറേ ഉണ്ടായിരുന്നു ഇതുപോലത്തെ കുട്ടികളൊക്കെ ഈ വഴി മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു വിറ്റ് പോയി. ഇനിയും ഉണ്ട് അതുപോലത്തെ കുട്ടികൾ, നല്ല നല്ല കുട്ടികൾ. ഈ സെക്ഷനിലൊക്കെ നിൽക്കുന്നത് ഒരു 28 രൂപ 30 രൂപ റേഞ്ചിൽ ചോദിക്കണ കുറച്ചുകൂടി വലിയ കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് 24-25 ചോദിക്കുന്നത്. വിലയൊക്കെ ഉണ്ട് അത്യാവശ്യം, പക്ഷേ ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്, നല്ല നല്ല കുട്ടികൾ. വേണ്ട നല്ല ഇതൊക്കെ നല്ല അടിപൊളി ഒരു കുട്ടിയാണ് കേട്ടോ. ഇഷ്ടമായി, നല്ലൊരു കുട്ടിയാണത്. അത് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ട ഇത് ഈ കുട്ടികളുടെ ഒരു ഹൈറ്റൊക്കെ ഉണ്ടോ. ഇതൊക്കെ അധികം പ്രായമാവാത്ത കുട്ടികളാണ്, പക്ഷേ ഹൈറ്റും ഉടൽ നീളമൊക്കെ നല്ല രീതിക്കുള്ള കുട്ടികൾ. ഇങ്ങനത്തെ കുട്ടികളാണ് സാധാരണ മേടിച്ച് വളർത്തുന്നത്. നല്ല രീതിക്ക് വലുതാവും. ഒരു 1-1.5 കൊല്ലമൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് പോവും. അങ്ങനത്തെ കുട്ടികളാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്നതൊക്കെ. ഇതിൽ 24, 25, 30 വരെ ചോദിക്കുന്ന കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ. ഇതൊക്കെ കുറച്ചുകൂടി വലുതാണ്ട് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഈ സെക്ഷനിൽ ചെറുത് തുടങ്ങി അറ്റത്തേക്ക് വരുമ്പോൾ വലിയ വലിയ ഫ്രെയിമുകളാണ്. 40 രൂപ 45 രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകൾ അതിലുണ്ട്. ഈ സെക്ഷനിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ട്, നല്ല നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ. ഒരു കുട്ടീനും കുറ്റം പറയാൻ പറ്റുന്ന കുട്ടികൾ അധികം ഇല്ല എന്ന് തന്നെ പറയാം. വിരലെണ്ണാവുന്ന കുട്ടികൾ, ഒരു വളർച്ചയിൽ നല്ല രീതിക്ക് കാണിക്കാത്ത കുട്ടികളുള്ളൂ. ഇതേ കണ്ട ഒരു കുട്ടീനെയൊക്കെ മേടിച്ച് നിർത്തിക്കണേക്കാൻ ആ കുട്ടിയുടെ ഒരു ക്വാളിറ്റി അത് നിങ്ങൾ തന്നെ നോക്കി പറയാം. അത് അടിപൊളി കുട്ടികൾ. 22,500 അത് കച്ചവടം. നല്ലൊരു കുട്ടിയാണ്. വേണ്ടത് കുട്ടികളെ അടുത്ത കുട്ടീനെ പിടിവേലിയും അതിപ്പോൾ കച്ചവടമാവും. കാരണം അങ്ങനത്തെ കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി നല്ല കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ വരുന്നവരൊക്കെ നല്ല കുട്ടികളെ വേഗം മേടിച്ച് പോകുന്നുണ്ട്. വേഗം കച്ചവടം നടക്കുന്നുണ്ട്. അധികം നേരം പിടിവേലിയും കാര്യങ്ങളൊന്നും നടക്കണില്ലേ. പറഞ്ഞ വില ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ സാധനം കച്ചവടമായി പോവാണ്. ഇത് ഈ ഫ്രെയിമുകളൊക്കെ ഉണ്ടോ. ഇത് കുറച്ചുകൂടി വലിയ ഫ്രെയിമുകളുണ്ടോ. ഇതിൽ ഇടകലർത്തിയാണ് കെട്ടിക്കണേ. വലുതും ചെറുതൊക്കെ മിക്സ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഒരു 24-25 റേഞ്ച് തൊട്ട് 30-35-40 രൂപ വരെ റേഞ്ച് വരുന്ന കുട്ടികൾ ഇതിലുണ്ട് കേട്ടോ. മിക്സ് ചെയ്താണ് കെട്ടിക്കണം കേട്ടോ. അത് വലിയ കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ ഇടകലർത്തി കെട്ടിക്കണം. അതാകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടുന്നതാണ് അവർ. കണ്ട നല്ലൊരു ക്വാളിറ്റിയുള്ള പോത്ത്. ഈ കുട്ടി കണ്ട അടിപൊളി കുട്ടി. 40 രൂപയാണ് വില പറയണേ. അതൊരു 10, 30, 32, 33 ആ റേഞ്ച് വരെയൊക്കെ എടുക്കാനുള്ള കുട്ടിയുണ്ട്. അതിന് കിട്ടുകയാണെങ്കിൽ മുതല. നല്ല ഉടൽ നീളം, അടിപൊളി കുട്ടി. ഹെഡായാലും ചെവിയായാലും
ഒക്കെ പക്ക ക്വാളിറ്റി കുട്ടി. അതുപോലത്തെ കുട്ടിയാണ് ഒരു ഇതൊക്കെ എല്ലാം. അത് കാരണം ഒരു കുട്ടീനെയും മോശമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒക്കെ നല്ല കുട്ടികൾ. ഇത് ഈ കുട്ടിയുണ്ട അതുപോലത്തെ കുട്ടികൾ. ഇങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ നോക്കുകയാണ് ആൾക്കാർ താല്പര്യമുള്ളവർ മേടിക്കാൻ പറ്റിയ കുട്ടികൾ. ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. ചെറിയ കുട്ടിയെന്ന് പറഞ്ഞൊരു 16, 17 ആ റേഞ്ച് വരുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ ഫ്രെയിമുകളെ മേടിച്ച് നോക്കുന്നത്. അതാകുമ്പോൾ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലോ 1.5 കൊല്ലം കഷ്ടി നോക്കിയാൽ മതി, നല്ല രീതിക്ക് മാറ്റം കാണിക്കും. ചെറിയൊരു കൈത്തീറ്റയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിപ്പോരും അതൊക്കെ. ഇത് വേണ്ട ആ കുട്ടീനെ കച്ചവടം അയാൾ മേടിച്ചുകൊണ്ട് പോട്ടാ. നല്ലൊരു ക്വാളിറ്റി കുട്ടിയാട്ടോ അത്. ഈ സെക്ഷനിലൊക്കെ അങ്ങനത്തെ നല്ല നല്ല കുട്ടികൾ നിൽക്കുന്നുണ്ട്. നാടൻ കുട്ടികളുണ്ട് കേട്ടോ ഉള്ളത് പറയണല്ലോ. നാടൻ കുട്ടികൾ മറ്റേ നീളമുള്ള വലിയ കൊമ്പൊക്കെ വരുന്ന അധികം വലിയ വളർച്ചകളൊന്നും കിട്ടാത്ത കുട്ടികളും ഉണ്ട്. അത് നോക്കി മേടിക്കേണ്ടത്. ഈ സെക്ഷനിലൊക്കെ നല്ല കുട്ടികളാണ് നിൽക്കുന്നത്. ഈ ആ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അത് പിള്ളേർ ആ 3 കൂടി വില ചോദിക്കുന്നുണ്ട്. 30 രൂപയാണ് പറയണേ. അത് ലാസ്റ്റ് ഒരു 25, 26 രൂപ റേഞ്ചിൽ കിട്ടണം. ചെറിയൊരു കുട്ടികളാണ് 3. അപ്പോൾ ഇതുപോലത്തെ കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് ചന്തയിൽ. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ നേരെ പോരെ കുഴൽമന്തിക്ക്. കുഴൽമന്ത് മാത്രമല്ല നമ്മുടെ ലാലൂരും വരാറുണ്ട്. ഇതിവിടെ വലിയൊരു നാടൻ എരുമ. ഇതൊക്കെ കട്ടിങ്ങിന് പോണതാണ് കേട്ടോ. ഇതൊക്കെ കട്ടിങ്ങിന് പോണത്. ഇത് ഏതാ ബ്രീഡെന്ന് അറിയില്ല. സാധാരണ ഇത് കർണാടക ഭാഗത്തൊക്കെയാണ് ഇങ്ങനത്തെ എരുമകളെ കണ്ടുവരുന്നത്. വലിയ കൊമ്പുള്ള എരുമകൾ. ഈ ഭാഗത്തൊക്കെ നല്ല നല്ല പോത്തുകുട്ടികൾ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച കുഴൽമന്ദം ചന്തയിൽ നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുട്ടികൾ. വലിയ ഫ്രെയിമുകളും ചെറിയ കുട്ടികൾ 17 റേഞ്ച് തൊട്ടുള്ള കുട്ടികളോട്ട് മേലോട്ട് നല്ല നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ പോരെ. ചന്ത തന്നെ മേടിക്കണം നമ്മൾ പറയില്ല, നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നല്ല കുട്ടികളെ വില കുറവിൽ എവിടെ കിട്ടുകയാണെങ്കിലും മേടിക്കുക. അത് ഫാമിൽ നിന്നായാലും ചന്തയിൽ നിന്നായാലും എവിടെ നിന്നായാലും നല്ല കുട്ടിയായിരിക്കണം, പൈസ കുറവായിരിക്കണം. എന്നാലേ നമുക്കത് എടുത്ത് മുതലാവുള്ളൂ. കാരണം അതിപ്പോൾ ചന്തയിൽ നിന്നായാലും ഫാമിൽ നിന്നായാലും ഇപ്പോൾ എല്ലായിടത്തും പൈസ കൂടുതലാണ്. ചന്തയിലായാലും വലിയ കുറവെന്നൊന്നും പറയില്ല. വേണ്ടത് ഈ കുട്ടിയുടെ ക്വാളിറ്റി വേണ്ട. ആ കുട്ടിക്ക് 38 രൂപ, ഒരു 37, 38 ആ റേഞ്ച് വില പറയും. അതിനേക്കാൾ 2000 വ്യത്യാസത്തിൽ ഫാമിലും വില വരും. പക്ഷേ നമ്മൾ എന്നിട്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തയിൽ ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. നമ്മളൊരു വില പേശി അവർ പറയണ വിലയ്ക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അവർ പറയണേക്കാൾ ഒരു 5000, 6000 ഒക്കെ കുറവിൽ നമുക്ക് എങ്ങനെയെങ്കിലും മേടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ചന്തേനെ ഞാൻ കൂടുതലും മേടിക്കുന്നത് ഒരു ഉപകാരമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറയണേ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഇതേപോലെ പുള്ളിക്കാളകളൊക്കെ വന്നിട്ടുണ്ട്. വേണ്ട കുട്ടികളെ വേണ്ട, കുട്ടികളെ നോക്കിയിട്ട് പറയാം. കാരണം ഫാമിലൊക്കെ പറഞ്ഞാൽ അതേ ക്വാളിറ്റി തന്നെ, ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ല. അതേ ക്വാളിറ്റിയിൽ അതേ എന്താ പറയുക അതേ ഇതിലുള്ള കുട്ടികൾ. ഇതെവിടെ ഒരു പോത്തുകുട്ടി ഇങ്ങനെ നല്ലൊരു അടിപൊളി പോത്തുകുട്ടി, നല്ലൊരു കുട്ടി, നല്ലൊരു വലിപ്പമുണ്ട് കേട്ടോ. അതൊരു വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് പറയാം. നല്ലൊരു വലിപ്പമുണ്ട്. 45 രൂപയാണ് വില പറഞ്ഞത്. ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ച നേരത്തെ കാണിച്ച എരുമകൾ കേട്ടോ, 2 തടിക്ക് പോണ എരുമകളാണ്. വെട്ട് കട്ടിങ്ങിനൊക്കെ പോണ എരുമകൾ. ഇത് കുറച്ച് പോത്തുകളാണ്, നാടൻ പോത്തുകൾ, നല്ല പ്രായമുള്ള പോത്തുകളാണ്. ഫ്രെയിം ബോൾ എന്ന് പറയുന്നത്. ഈ പോത്ത് ഉടച്ച പോത്താണോ, വരി ഉടച്ച പോത്താണ്. നല്ലൊരു വലിയ ഹൈറ്റ് നീളമുള്ളൊരു പോത്ത്. അതിനൊക്കെ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞൊരു 6 മാസമൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് മീറ്റ് കയറും. പെരുന്നാൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലാത്ത കട്ടിങ് ആവശ്യങ്ങൾക്കും പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാം. ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി നല്ല നല്ല പോത്തുകുട്ടികൾ. ഇവിടെ പോത്തുകളെ കച്ചവടമായിട്ട് കൊണ്ടുപോകണ്ട, മൊത്തം കച്ചവടമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വലിയ ഫ്രെയിമുകൾ തന്നെ പറയാം. നല്ല കുട്ടികൾ, വലിയ കുട്ടികൾ. നമ്മൾ നേരത്തെ കാണിച്ച ആ വലിയ പോത്തുകൾ. ആ 3ാമത്തെ പോത്താണ് ഉടച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന്. ഇതൊക്കെ നല്ല പ്രായമുള്ള പോത്തുകളാണ്, കട്ടിങ്ങിനൊക്കെ പോണ പോത്തുകളാണ്. ഇതിവിടെ നല്ല നല്ല ഇത് ഗിറ് ക്രോസ് ഒരു കാളയാണ് അത്. അങ്ങനത്തെ കാളകളൊക്കെ പശുക്കളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ. കുഴൽമന്ദം ചന്തയിൽ മുന്നേ പറയേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാ മാടുകളും വരും. നല്ല വലിയ വലിയ കാളകൾ, വണ്ടിക്കാളകളും മറ്റു കാളകളും. ഇന്ന് നമ്മൾ ചന്തയിൽ കണ്ടൊരു കൗതുക കാഴ്ച എന്ന് തന്നെ പറയണ്ട. ഇതൊരു അറവിനായിട്ട് വന്നിരിക്കുന്ന ഒരു എരുമയാണ്.
അതുമായിട്ടൊരു ബന്ധമില്ലാത്ത 2 കുട്ടികളാണ്. അത് അത് എന്നിട്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 കുട്ടികളെ മാറ്റി നിർത്തി വില പറയണതിനിടയിൽ അയാളുടെ കയ്യിൽ നിന്ന് കയറി പോയപ്പോൾ ഇവർ നേരെ ഈ എരുമേരെ പാല് കുടിക്കാൻ വന്നപ്പോൾ പിന്നെ ആ എരുമേരെ ഓണറും പിന്നെ തടസ്സം നിന്നില്ല. സാധാരണ എരുമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുട്ടികൾക്കല്ലാണ്ട് പാല് കുടിക്കാനും സമ്മതിക്കില്ല, പാല് ചൊരുത്തൂല്ല. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, അതൊരു കൗതുകമായിട്ട് തോന്നിയത് കാരണം വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണ്ട, നല്ല നല്ല കുട്ടികളെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. ഈ ഒരു കുട്ടിയാണ് മൂന്നാമത്തെ കുട്ടി. എല്ലാ കുട്ടികളും, ഒരു കുട്ടിയും മോശം എന്ന് പറയില്ല, അതുപോലത്തെ കുട്ടികൾ. ഇതൊരു ലോഡ് വന്ന് അധികം നേരമൊന്നും എടുത്തില്ല കേട്ടോ, മൊത്തത്തിൽ വില പറഞ്ഞ് കുട്ടികളെടുത്തു. അതൊരു ലോഡാക്കി ഇതേ പോണു. ചന്തയിൽ ഇഷ്ടംമാതിരി കന്നുകളാണ്, ഒരു നടാന്ന് തന്നെ പറയാം, അത്ര പേരത്ത് കന്നുകളാണ് ചന്തയിൽ വന്നിരിക്കുന്നത്. വരണതിനനുസരിച്ച് ഇതേ പോണുണ്ട്. കണ്ടില്ലേ കുട്ടികളുടെ ക്വാളിറ്റികൾ കണ്ടില്ലേ, നിങ്ങൾ വണ്ടിയിൽ കയറ്റിയ കുട്ടികൾ. മൂന്നാമത് നിൽക്കണ കുട്ടിയൊക്കെ അടിപൊളി കുട്ടിയാണ്. മൂന്നാമത്, അഞ്ചാമത്, ആറാമത് അങ്ങനെ നിൽക്കണ ഈ കുട്ടികളൊക്കെ നല്ല ഒന്നിനൊന്നും മെച്ചം. ഇന്ന് ചന്തയിൽ വലിയ പോത്തുകൾ വന്നതിൽ 1-2 ഒരെണ്ണമുണ്ടത്. വലിയൊരു പോത്താണ്. അത് കച്ചവടമായിട്ടില്ല, 1.25 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഇതേവിടെ കുറച്ച് ചെമ്പൻ നാടൻ കുളംപോത്തുകൾ. ഇങ്ങനത്തെ പോത്തുകളൊന്നും അധികം വലുതാവണ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അതൊക്കെ ഒരു ശകലം ഒരു കുറച്ചും കൂടിയും ഹൈറ്റും മീറ്റ് വയ്ക്കും, അല്ലാണ്ട് വലുതാവണ കണ്ടിട്ടില്ല. ഇതൊക്കെ മീറ്റിന് പോണ ഇരുമ്പളാണ് കേട്ടോ. കുറേ എണ്ണം ഫ്രെയിമോ ചടവാണ്, ഭയങ്കര ചടവാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ട അതിനെ ശരിക്കും കണ്ടാൽ അറിയാതെ ഭയങ്കര ചടവാണ്. അങ്ങനത്തെ എരുമേനൊക്കെ മേടിച്ച് നന്നാക്കി കൊടുത്താലും നമുക്ക് കാശിന് 10 രൂപ കിട്ടും. കാരണം വലിയ പരിപാടികളൊന്നും ചെയ്യണ്ട. അത് പച്ചപ്പുല്ലും ചെറിയ കൈത്തീറ്റയും കയറിയ ഈ എരുമയൊക്കെ നന്നായി കിട്ടും. കണ്ട ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. ഇനി വല്ല അസുഖങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല, കണ്ടിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ എരുമകളാണ്. ഒരു മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ എരുമകളുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അവിടെ. നമ്മുടെ പെരുമ്പിലാവ് ചന്തയിൽ പോത്തുകുട്ടികൾ, വണ്ടിക്കാളകളൊക്കെ നിൽക്കണ പോലെ ഇത് മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ എരുമകളുടെ ഒരു നീണ്ട നേര തന്നെയാണ് ഈ കാണുന്ന 2-3 സെക്ഷനുകൾ മൊത്തം. അപ്പോൾ വളർത്തുകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മീറ്റിൻ്റെ ആവശ്യത്തിനും കട്ടിങ്ങിനും ഒക്കെ ഷോപ്പുകളിലേക്ക് എരുമകളെയൊക്കെ മേടിക്കാൻ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ കുഴമ്പന്ന് ചന്തയിൽ കണ്ട അടിപൊളി കളക്ഷനുകളാണ്. നമുക്ക് ഇഷ്ടമുള്ളതിനെ നോക്കി വില പറഞ്ഞ് മേടിക്കാം. നല്ല നാടൻ പോത്തുകുട്ടികളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു മറ്റേ കർണാടക ബ്രീഡ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പിൽ പെട്ടൊരു വലിയ കൂറ്റൻ പോത്താണ്. ഇതിൻ്റെ പേര് നമുക്കറിയില്ല കേട്ടോ, പേര് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൊമ്പൊക്കെ നല്ല രീതിക്ക് നീട്ടം വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ ടൈപ്പിൻ്റെ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു എരുമ. പണ്ടത്തൊക്കെ നമ്മുടെ ഈ നാട്ടിലൊക്കെ അധികം ഇങ്ങനത്തെ എരുമകൾ ഇഷ്ടംമാതിരി കാണാറുണ്ട്. ഇതേവിടെ നല്ലൊരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് എറിച്ച് ദേഹത്തില്ല, അതുപോലത്തെ ഒരു പോത്ത്, നല്ലൊരു പോത്താണത്. അതിനൊക്കെ മേടിച്ച് കഴിഞ്ഞൊരു നല്ല രീതിക്ക് മീറ്റ് കയറിപ്പോരും. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇപ്പോൾ നല്ല മഴയും പുല്ലൊക്കെ ആയി നിൽക്കണ കാരണം നല്ല രീതിക്ക് കയറിപ്പോരും അത്. പിന്നെയൊക്കെ കുറേ നാടൻ കുട്ടികളൊക്കെ ഉണ്ട്, കുള്ളൻ എരുമകൾ. ഇതൊക്കെ മീറ്റിന് പോണ എരുമകളാട്ടോ. അതാണ് പറഞ്ഞത്, മീറ്റിന് പോണ എരുമകളൊക്കെ ഒരു എന്താ പറയുക, അത്രയും പെരുത്ത് സാധനമുണ്ട്. ഏത് കന്നായാലും, പോത്തുകുട്ടിയായാലും മീറ്റിന് പോണ എരുമകളായാലും വണ്ടിക്കാളകളായാലും കറവ പശുക്കളുടെ വീഡിയോ നമ്മളൊരു സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ലാലൂർ ചെയ്ത പോലെയല്ല ഇവിടുത്തെ കറവ പശുക്കളുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ല ഹെവി പശുക്കളുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട് നമ്മൾ അധികമായി കണ്ട്. ഇതേവിടെ കുറച്ച് പോത്തുകുട്ടികളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. അതിലൊരു ജാഫ്രാബാദി ക്രോസൊക്കെ ഉണ്ട്. മരത്തിൻ്റെ അപ്പുറത്ത് നിൽക്കണത് അത് നല്ലൊരു കുട്ടിയാണ്. അതിനൊക്കെ കച്ചവടമായി മാറ്റി കെട്ടിക്കുന്നതാണ്. അവൻ വീഡിയോയ്ക്ക് നിൽക്കണില്ല. അപ്പോൾ അതുപോലെ ഇന്ന് കുഴമ്പന്ന് ചന്തയിൽ വന്ന് വലിയൊരു പോത്താണ്, മറ്റൊരു പോത്താണ്. അത് കച്ചവടമായിട്ടുണ്ട്, വണ്ടിയിൽ കയറ്റാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വലിയൊരു പോത്താണ്, അതൊരു 10 തൂക്കം നമുക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു തൂക്കമുണ്ട്. വില എത്രയാണെന്ന് അറിയില്ല കേട്ടോ. അത് കച്ചവടമായി മാറ്റി കെട്ടിക്കാണ്. നല്ലൊരു ശരിക്കും പറഞ്ഞൊരു എരുമേരെ തലയുള്ളൊരു പോത്ത്. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മൾ ചന്തത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യലൊന്നുമില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുഴമ്പന്ന് ചന്തത്തെ പശുക്കളുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ.